ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദയാവധത്തിൻ്റെ ആദ്യ നടപടിക്രമങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അഡ്വാൻസ് ഡയറക്റ്റീവ് തയ്യാറാക്കിയ ഒരാൾ അല്ലെങ്കിൽ ലിവിംഗ് വിൽ തയ്യാറാക്കിയ ഒരാൾ ദയാവധം അർഹിക്കുന്ന ഒരു രോഗാവസ്ഥയിൽ എത്തിച്ചേർന്നാൽ സ്വീകരിക്കേണ്ടുന്ന തുടർ നടപടികളെക്കുറിച്ചാണ് പറയുന്നത്. ആരും ആ ഒരവസ്ഥയിൽ എത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്വാൻസ് ഡയറക്റ്റീവ് തയ്യാറാക്കിയ ആൾ ഭേദമാക്കാനാകാത്ത വിധം രോഗഗ്രസ്തനാവുകയും ദീർഘകാലം ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയിൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ അഡ്വാൻസ് ഡയറക്റ്റീവിൻ്റെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തണം. രോഗിക്ക് സ്വയം തീരുമാനമെടുക്കാനാകാത്ത ഈ അവസ്ഥയിൽ ഡോക്ടർ സ്ഥിതിയുടെ ഗുരുതരാവസ്ഥയെക്കുറിച്ചും വരുംവരായകളെക്കുറിച്ചും അഡ്വാൻസ് ഡയറക്റ്റീവിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ അറിയിക്കുകയും അദ്ദേഹം അല്ലെങ്കിൽ അവർ വിവരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇങ്ങനെ ഡോക്ടർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദയാവധം നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയ വ്യക്തി അനുമതി നൽകിയാൽ ഡോക്ടർക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാം. ആദ്യപടിയായി രോഗിയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം. ഈ മെഡിക്കൽ ബോർഡിൻ്റെ പേര് പ്രൈമറി മെഡിക്കൽ ബോർഡ് എന്നാണ്. ഈ ബോർഡ് രോഗിയെ ചുമതലപ്പെടുത്തിയ ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ സന്ദർശിച്ച് 48 മണിക്കൂറിനകം ദയാവധത്തിന് രോഗി അർഹനാണോ എന്നതിൽ അഭിപ്രായം രൂപീകരിക്കണം. ദയാവധം അനുവദിക്കാം എന്നാണ് തീരുമാനമെങ്കിൽ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ സെക്കൻഡറി ബോർഡ് രൂപീകരിക്കണം. ഇതിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രതിനിധിയും രോഗി ചികിത്സയിലുള്ള രോഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് 5 വർഷം പ്രവൃത്തി പരിചയവുമുള്ള 2 ഡോക്ടർമാരും ഉണ്ടായിരിക്കണം. ഇവർ ആദ്യ ബോർഡിൽ അംഗമായിരുന്നവർ ആയിരിക്കരുത്. ഈ മെഡിക്കൽ ബോർഡും 48 മണിക്കൂറിനുള്ളിൽ തീരുമാനം അറിയിക്കേണ്ടതാണ്. ദയാവധം അനുവദിക്കാനാണ് മെഡിക്കൽ ബോർഡുകളുടെ തീരുമാനമെങ്കിൽ അതും അഡ്വാൻസ് ഡയറക്റ്റീവിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ സമ്മതപത്രവും സഹിതം ദയാവധം നടപ്പാക്കുന്നതിന് മുൻപേ അധികാരപരിധിയുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ ആശുപത്രി അധികൃതർ അറിയിക്കേണ്ടതാണ്. രോഗിക്ക് ദയാവധം നടപ്പാക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും അഡ്വാൻസ് ഡയറക്റ്റീവ് റദ്ദ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ മെഡിക്കൽ ബോർഡുകൾ ദയാവധത്തിന് അനുകൂലമായ നിലപാടെടുത്തില്ലെങ്കിൽ എന്താണ് വഴി? അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ സേഫ്. സ്റ്റേ ബ്ലെസ്ഡ്.